പൊന്നടാവേ അതൊന്നും നടക്കില്ല. ഇനി ആ പിള്ളേരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതുങ്ങൾ സത്യമായിട്ട് എന്നെ പിടിച്ചിരിക്കും, കൂടെ നാട്ടുകാരും കൂടി. പോടാ അവിടുന്ന്, അതൊന്നും വർക്കൗട്ട് ആവൂല. കിട്ടിയെന്നാ തോന്നണേ. പോയാണ്. ഇനി എന്തെങ്കിലും വേണോ? ഇതൊന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് പറയാം. ഓ, എന്തായിരുന്നു പേര്? ഗിരീഷ്, KC ഗിരീഷ്. പേര് പോരാ, ഒരു പഴമ. വീട്ടുകാര് പഴയ പേരിട്ട് കളഞ്ഞു. അത് കുഴപ്പമില്ല, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. അതെ, എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടന് ആദ്യച്ചിയുടെ അടുത്ത് ലവ് അല്ലേ? അയ്യോ അതിപ്പോ അങ്ങനെയല്ല അല്ലേ? എന്നാലും ലവ് ആർക്കും എപ്പോ വേണമെങ്കിലും വരാലോ, സ്വാഭാവികം. പക്ഷേ ഇത് സീരിയസ് ആണോ? ഞാൻ സീരിയസ് ആണ്, പ്രോമിസ് ആയിട്ടും. എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞേ, ആദ്യം അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഇത്തിരി പാടാണ്. അക്ഷരയാവുമ്പോൾ പാവമാണ്, ഹെൽപ്പ് ചെയ്യുമെന്ന് ഒന്ന് സഹായിക്കണം. എന്താ ജോലി? ഞാൻ MBA ഫസ്റ്റ് ക്ലാസ് ആണ്. അതാണോ ജോലി? അതല്ല, ഈ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, പ്രീമിയം ലക്ഷറി കാസിൻ്റെ ഒക്കെ. എന്നാ പിന്നെ അതങ്ങനെ നേരത്തെ പറഞ്ഞാ പോരെ? മതി. എന്നാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ വന്നതാ. പിന്നെ വീട്ടില് ഒരമ്മ, ഒരനിയത്തി. അത് ചോദിച്ചില്ലല്ലോ. അതെ, ചോദിച്ചില്ല, എന്നാലും ഫാമിലി പറഞ്ഞോന്നുള്ളൂ. കഴിക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ആലോചിക്കണം, നല്ലതാ. അച്ചു, പഠിക്കുന്നല്ലേ? ആ ചേച്ചി, ഞാൻ 5 മിനിറ്റിൽ തിരിച്ചു വരും. ആ സോളാർ സിസ്റ്റം വേഗം പഠിച്ചോ, വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. ആ ആ ഇതാണ് എന്റെ പ്ലാൻ. കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? നിങ്ങൾക്ക് പരീക്ഷ വല്ലതും ഉണ്ടോ? ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനു മുന്നേ ഒരു ബർഗർ പറ. ചേട്ടാ, ഒരു ബർഗർ. ഓ ശരി, പോരാട്ടോ, പറ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതാണ്, അല്ലേ? അതെ, പക്ഷെ എങ്ങനെ പരിചയപ്പെടും? അത് വളരെ സിമ്പിളാ. ആദ്യത്തെ അമ്മയും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീലിടും. സത്യം പറയാലോ, നല്ല വെറുപ്പിക്കൽ പരിപാടിയാ, അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അല്ല, വെറുപ്പിക്കലാണ്. ആ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ ഇതെങ്ങനെ പറയും? ഞാൻ പറഞ്ഞുതരാം. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ചേച്ചിയും അതവിടെ വെച്ചേക്ക്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആദ്യേച്ചിയും അമ്മയും ഞങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാ. അന്ന് ചേട്ടൻ ബ്ലൂ കളർ ഷർട്ട് ഇട്ടോണ്ട് വരണം. വെറുതെ ഒന്ന് പരിചയപ്പെട്ടാ മതി. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സൂപ്പർ മാർക്കറ്റ്, സിമ്പിൾ. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നേ? അതെ. അയ്യോ, ഞാൻ ഫോളോവറാ. ഞാനും എന്റെ അനിയത്തൊക്കെ ചേച്ചിയുടെ കട്ട ഫാൻസ് ആട്ടോ. ചേച്ചി സൂപ്പറാ. റീൽസ് ഒക്കെ നല്ല ഫണ്ണിയാ. താങ്ക് യു. അതൊക്കെ ചുമ്മാ സമയം പോകാനൊരു രസത്തിന്. ആണോ? പക്ഷെ സൂപ്പർ ആട്ടോ. ഇത് കൂടെ അഭിനയിക്കുന്ന എന്റെ മോളാ. അയ്യോ, ഞാൻ അനിയത്തിയെ തീർച്ചിരിക്കായിരുന്നു. മോളുടെ അഭിനയം കുറച്ചും കൂടി നന്നാവാനുണ്ട്. ചേച്ചി സൂപ്പറാ. താങ്ക് യു. ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ. പിന്നെന്താ? അനിയത്തിനെ കാണിക്കുന്ന അവള് ഞെട്ടും. എത്രയാ നീക്കോ? എന്താ അടി? അപ്പൊ റീൽസൊക്കെ അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഫാൻസ് ഒക്കെ കട്ട വെയിറ്റിംഗാ. ഓക്കെ.
എന്റെ ഫാനാ. വല്ലാണ്ട് ഓവറാക്കല്ലേ. പുള്ളിക്കാരൻ ചെറുതായിട്ട് ഓവർ സ്മാർട്ടാ. എൻ്റെ മോളെ ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് അതപ്പതിച്ചു പോയോ? ആന്നേ. ഇവിടെ ഫാന് ഒരു കൂട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ ഈ വണ്ടി തള്ളി ഇത്രയും ദൂരം വന്നേച്ചു പോയത്. ഛോ. ആ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചേച്ചി പബ്ലിക് ലൈബ്രറി വരും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഖാലിദ് ഹുസൈനിയാ. പുള്ളിക്കാരന്റെ ബുക്കാ ഇപ്പൊ വായിക്കുന്നത്. അല്ല, ഈ പുള്ളി പെയിന്റിങ്ങിന്റെയും വരടെയൊക്കെ ആളല്ലേ? പുള്ളി ഇപ്പൊ ബുക്ക് എഴുതി തുടങ്ങി? അയ്യോ, അത് MS ഹുസൈൻ. ഇത് ഖാലിദ് ഹുസൈനി. ഓ, ടൂ മെനി ഹുസൈൻസ്. ബുക്ക് വായനയില്ലല്ലേ? ഞാൻ ഈ മ്യൂസിക്കിന്റെ ആളായോണ്ടേ ഇവരായിട്ടൊന്നും വലിയ ടച്ചില്ല, അതാ. ഓക്കെ ഓക്കെ. പുള്ളിന്റെ ബുക്സിന്റെ റിവ്യൂ ഒക്കെ നെറ്റിൽ തപ്പേ കിട്ടും. വായിച്ച് പഠിക്കണം. സിമ്പിൾ. ആ, ഖാലിദ് ഹുസൈനി. ഹേയ്, നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മ കറക്റ്റായിരുന്നു. ഈ ഖാലിദ് ഹുസൈനയുടെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഓവർ റൈറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഈ ദുരന്തവും സെൻറ്റിമെൻസും ഈ റൈറ്റിംഗ് അത്ര പോരാ അല്ലേ? അത് ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും വേണം. അതെ, ഓരോരുത്തരെ കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ. അല്ല, അതാണ് അയാളുടെ വിജയം. സോറി, കോള്. ഹലോ എടാ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. MS സുബ്ബലക്ഷ്മിയുടെ കീർത്തനല്ലേ ഇപ്പൊ കേട്ടത്? അതെ. അവരുടെ ഫാനാ? അയ്യോ, MS സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. MS സുബ്ബലക്ഷ്മി മാമിന്റെ വലിയൊരു ഫാനാ ചേച്ചി. ഓഹോ, സുബ്ബലക്ഷ്മി ഫാനാ? അടിപൊളി. സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. ഓ, ആയിക്കോട്ടെ. നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ അല്ല, ഞാൻ ഈ പറഞ്ഞ മാമിന്റെ കീർത്തനം റിൻഡോൺ നക്കിയിരുന്നു. ഓ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമിന് ഞാൻ വിളിക്കാം. അത് കലക്കി. പതുക്കെ പതുക്കെ സംസാരിച്ചങ്ങ് പരിചയപ്പെടാം. മ്യൂസിക്കിനെ അടുത്ത് പേടിക്കണ്ട. എന്ത് ചോദ്യം വന്നാലും ഞാൻ വെട്ടിയിടും. നമ്മുടെ ഏരിയ. പിന്നെ ഓവർ ആക്കരുത്. പതുക്കെ പതുക്കെ നല്ലോണം സംസാരിച്ചോണം. പിന്നെ കോമഡി ഒക്കെ പറയാം. അല്ല, കോമഡി അറിയാമോ? കോമഡി വല്ലപ്പോഴൊക്കെ ചിരിയിട്ടാറുണ്ട്. വേണ്ട, വെറുതെ എങ്ങി ഇരുന്നാ മതി. ബാലുക്കാരുടെ കാട്ടിൽ ദാദ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അതിലെ കിട്ടുമുയലിന്റെയും പിങ്കിക്കൊരങ്ങിന്റെയും സൗണ്ട് നല്ല രസമുണ്ട്. നല്ല സ്വീറ്റ് വോയിസ് അങ്ങനെയൊക്കെ പറഞ്ഞു തള്ളു. അല്ല, ഈ കോരങ്ങന്റെയും കരടിയുടെ ഒക്കെ സൗണ്ടേ ക്യൂട്ടാന്നൊക്കെ പറഞ്ഞെനിക്ക് വട്ടാന്ന് വിചാരിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഈ കിട്ടുമുയലിനും പിങ്കിക്കൊരങ്ങിനും ഒക്കെ ഡബ് ചെയ്യുന്നത് ആരാ? ആദ്യേച്ചിയല്ലേ? അത് ഞാൻ പറയാം. കാര്യം അല്ലേലും ആദ്യയുടെ സൗണ്ട് ഭയങ്കര ക്യൂട്ടാ. എടി, എന്റെ ഫോൺ എടുത്തോ? നീ ബാഗിലൊന്നും നോക്കട്ടെ. അതെ, ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബാഗ് കാണും. ഗൂഗിൾ മാപ്പ്. നമ്മള് വീണ്ടും കൊറേ പ്രാവശ്യമായി കാണണല്ലേ. ഞാനൊരു ഫ്രണ്ടിന്റെ ഓഫീസ് ഒപ്പി ഇറങ്ങിയതാ. ഈ ഗൂഗിൾ മാപ്പ് ചുറ്റിച്ച് കളഞ്ഞത്. ഈ കുട്ടികളുടെ കാർട്ടൂൺ എപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇതിൽ ഈ കിട്ടുക്കുരങ്ങും പിങ്കുമുയിലൊക്കെ സംസാരമൊക്കെ ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. അതെ അതെ, നാച്ചുറലോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഉദ്ദേശിച്ചത്. ശരി എന്നാ. അതെ, നമ്മള് അവിടെ ഇവിടെയൊക്കെ വെച്ച് വളരെ കോയിൻസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യണ്ടല്ലോ. എല്ലാവരും നിമിത്തമായിരിക്കും അല്ലേ? നിമിത്തോ? അത് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ആ, ശരിന്ന്. ബാലുക്കരടി.